ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ഫിഷ് കറിയാണ്. അത് ഫിഷ് കറി എന്ന് വെച്ചാൽ നല്ലൊരു തേങ്ങ അരച്ച മാന്തളിൻ്റെ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാനിതാ കുറച്ച് മാന്തളെടുത്ത് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കഴുകി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിട്ടാണല്ലോ ഈ മീൻ അറിയപ്പെടുന്നത്. നമ്മളെന്തായാലും മാന്തളി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മാന്തളാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതാണ്, സാധാരണ ഇടയ്ക്ക് ചെറുത് കിട്ടാറുണ്ടല്ലോ, ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് വലിയ മീനായതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമുക്കുള്ള അരവിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 6 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പൊടികളാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ പകുതിയായിട്ട് ചേർത്താലും മതി. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 to 1 വരെയുള്ള അളവിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അധികമായി പോകേണ്ട, വളരെ കുറച്ച് മതി. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ തിരഞ്ഞ് അരഞ്ഞ് കിട്ടണം. അതിനുവേണ്ടി ഞാനിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ അരവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ചാറ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനിത് 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട, ചതച്ചാൽ മതി. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചാറിത നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചാറ് നല്ലപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പുളി ഒട്ടും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ 2 ചെറിയ കുടംപുളി എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വാളംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് എങ്കിൽ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചെടുത്തല്ലോ, ആ അരവിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് വേറെ സെപ്പറേറ്റ് നമ്മൾ കുതിർത്ത് ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. ആ അരക്കുന്ന അരവിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് പുളി എടുത്തിട്ട് അരവിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണല്ലേ മാന്തൾ മീൻ. ഇതാ നന്നായിട്ട് തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചാറും നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് താളിച്ചിടണം. അതിനുവേണ്ടി ഞാനിതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ തിളയോട് കൂടെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വളരെയധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുമാണ്. നമുക്ക് സാധാരണ നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അതേപോലെ തന്നെ അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ തേങ്ങ അരച്ച കറി എന്നുള്ളത്. അപ്പം ഇതേപോലെയുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതിനു മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബായ്.